ജാഫോ നമുക്ക് കുളിക്കുക അംഗനവാടിക്ക് പോവാൻ എന്താ പോക അപ്പൊ ഇന്നലൊക്കെ പറഞ്ഞില്ലേ പോകുന്ന എന്താടാ പോകും. അപ്പോൾ ഇന്ന് ജാഫുവിനെ ആദ്യമായിട്ട് ബാലവാടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അംഗനവാടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുകയാണ്. ഷൂവിന് ഓരോ ചുമയും അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അവന് കാറ് ബാഗ് വേണം പറഞ്ഞിട്ട് അതൊക്കെ ഞങ്ങൾ ഓൺലൈനിൽ വരുത്തും ഒക്കെ ചെയ്ത്, പക്ഷെ ഇപ്പോൾ വെച്ചിട്ട് അവൻ പറയുന്ന പോണില്ല എന്നാണ്. അപ്പോൾ എന്താകും കൊണ്ടുപോയാൽ എന്നൊന്നും അറിയില്ല. എന്തായാലും പോകാൻ വേണ്ടിയിട്ടില്ല ഒരുക്കങ്ങളിലാണ്. അപ്പോൾ ഇതുവരെയും കുളിപ്പിക്കാൻ വിളിച്ചിട്ടൊന്നും വന്നിട്ടില്ല. ഭയങ്കര മടിയായിട്ട് നിൽക്കുന്നുണ്ട്. എന്താ നീ ചെയ്യാന്നുള്ളത് അറിയില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. മാറ്റിയിരുന്നിട്ടുണ്ട് കുറേ കരണ്ട് വന്നാലും. വാ ജാഫോ, പപ്പാനോട് അസ്സലാമു അലൈക്കും പറ. ജാഫോ എന്നിട്ട് ബാലവാടിക്ക് പോകുക എന്നിട്ടില്ലേ? കരയില്ലല്ലോ? ടീച്ചറേ പാട്ട് പാടിത്തരും, ഓ കഥ പറഞ്ഞു തരും. നല്ല കുട്ടിയല്ലേ? കരയാതിരിക്കണം കേട്ടോ. ഗുഡ് ബൈ, സൂപ്പർ. അപ്പോൾ അംഗനവാടിയിലെത്തിയപ്പോൾ അവന് ഇറങ്ങാനൊക്കെ മടിച്ച് കുറേ നേരം നിന്നു. അപ്പോൾ കുഴപ്പമില്ല, കരയാതെ അങ്ങനെ നിർത്തിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം ഞാനവിടെ നിന്നൊരു 11 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അതുവരെ കുഴപ്പമില്ല, അങ്ങനെ മേലിൽ നിന്ന് വല്ലാതെ ഇറങ്ങാൻ ഓന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ടീച്ചർ ബലൂൺ കൊടുത്ത് മിഠായി കൊടുത്ത് അങ്ങനെയൊക്കെ കുറേ ഇങ്ങനെ സോപ്പിട്ട് അങ്ങനെ ഇറക്കി വിട്ടിട്ട് ഞാൻ മെല്ലെ അറിയാതെ അവിടെ കാണാതെ ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഇനി വൈകുന്നേരം വന്ന് കൊണ്ടുപോകുമ്പോഴത്തെ അവസ്ഥ എന്താവുന്നില്ലത് അറിയില്ല. അപ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കളിക്കും ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര അവന് ഇരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് മെല്ലെ ഇറങ്ങി കുട്ടികളൊപ്പം കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ വല്ലാതെ അവന് ഞാൻ പോകുമെന്നുള്ളൊരു പേടിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മെല്ലെ അറിയാതെ ഇറങ്ങി പോകുന്നതാണ്. അപ്പം അവിടെ പോയിട്ട് അവർക്ക് കടല മിഠായി ഉണ്ടാക്കി